പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നത് ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹുവിങ്കൽ അംഗീകരിക്കപ്പെടുന്ന മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ പവിത്രത കൽപ്പിക്കപ്പെടുന്ന പ്രത്യേകം 4 എണ്ണമുണ്ട്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം കൂട്ടത്തിൽ റജബ് എന്നീ മാസങ്ങൾ യുദ്ധം ഹറാമായി പ്രഖ്യാപിക്കപ്പെട്ടതായിരുന്നു. ജനങ്ങൾക്ക് ഹജ്ജിന് സൗകര്യപ്പെടാൻ ദുൽഖഅദിലും ദുൽഹജ്ജിലും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയിലും യുദ്ധഭീതികളൊന്നുമില്ലാതെ തിരിച്ചെത്താൻ മുഹറമിലും യുദ്ധം അവർ പാടെ ഉപേക്ഷിക്കുന്ന ശൈലി മുൻകാലത്ത് അവർ സ്വീകരിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്രം പറയുന്നത്, സ്വന്തം പിതാവിൻ്റെ കാതകരെ പോലും നേരിൽ കയ്യിൽ കിട്ടിയാൽ ഈ മാസങ്ങളിൽ അവർ പ്രതികാര നടപടി സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്നുവരെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മുഹറം മാസത്തിൽ അള്ളാഹു ഒരുപാട് സൃഷ്ടികൾക്ക് തുടക്കം കുറിക്കാൻ, ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം, ആദം നബി അലൈഹിസ്സലാം. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചത് മുഹറം 10 ദിവസത്തിലാണ്. ആകാശം, ഭൂമി, പർവ്വതങ്ങൾ, നക്ഷത്രങ്ങൾ, അർശ്, കുർസി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിവരെയും അള്ളാഹു മുഹറം 10 ദിവസത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടാതെ മുഹറം 10 സാക്ഷിയായ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വേറെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിൻ്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔന്റെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെ നൈൽ നദിയിൽ മുക്കിക്കൊല്ലുകയും ചെയ്തത്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗസംബന്ധമായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടത്, അന്ത്യദിനം സംഭവിക്കുന്ന ദിവസം, ആകാശത്ത് നിന്ന് ആദ്യമായി മഴ വർഷിച്ച ദിവസം തുടങ്ങി ഒട്ടനവധി സംഭവങ്ങൾ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കപ്പലിൽ മലയുടെ മുകളിൽ അടിഞ്ഞതും, തൗറാത്തിനെ അള്ളാഹു ഇറക്കിയതും, യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചതും, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതും, യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കണ്ണ് സംബന്ധമായ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തതും, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ അധികാരങ്ങൾ കയ്യിൽ കൊടുത്തതുമെല്ലാം ഈ മാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് തന്നെ നാം വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്.